കടലിലേക്ക് നോക്കുന്ന സമയത്ത് അത് നമുക്ക് കരയെക്കുറിച്ച് ഒരുപാട് ആലോചനകൾ. കടൽ എന്ന് പറയുമ്പോൾ അത് ഒരു ദീർഘകാലത്തെ സഞ്ചാരങ്ങളുടെയും വിനിമയത്തിൻ്റെയും ഒക്കെ ഒരു മഹാലോകമാണ്. പ്രത്യേകിച്ച് മലബാറിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് നമ്മൾ കടലിലേക്ക് നോക്കുമ്പോൾ അത് കരയുടെ രൂപീകരണത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച്, രാഷ്ട്രീയം, സംസ്കാരം, ദൈവശാസ്ത്രം സകലതിനെക്കുറിച്ചും ഒരുപാട് പുനരാലോചനകൾക്ക് അവസരം നൽകുന്ന ഏറ്റവും നല്ലൊരു സോഴ്സാണ് കടൽ എന്ന് പറയുന്നത്. ചരിത്ര രചനാ രീതിയിലൊക്കെ കടല് ഒരു പുതിയ സോഴ്സായി വന്നതോടുകൂടി സാമ്പ്രദായികമായ ചരിത്ര രചനാ രീതികളെ മറികടന്ന് പുതിയ ഒരുപാട് സങ്കല്പങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ കടല് കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണങ്ങൾക്ക് വലിയ പങ്കുണ്ടായിട്ടുണ്ട്. മലബാറിൻ്റെ തീരത്ത് നമ്മളിങ്ങനെ കടപ്പുറത്ത് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് കാപ്പാട് നിൽക്കുന്ന സമയത്ത് കടലിലൂടെ വന്നടിഞ്ഞിട്ടുള്ള ഒരുപാട് കഥകൾ, ഒരുപാട് ആഖ്യാനങ്ങൾ, ഒരുപാട് കച്ചവടങ്ങൾ, അതിലുപരി ഭരണരൂപങ്ങൾ, അധിനിവേശങ്ങൾ, അതിനൊക്കെ കടലിൽ തന്നെ നടന്നിട്ടുള്ള പോരാട്ടങ്ങൾ. അത് കടലിൻ്റെ മാത്രം കഥയല്ല, അത് ഈ കരയുടെ രൂപീകരണത്തിൻ്റെ വലിയ ഒരു കഥയാണ്. ആയിരത്തി 1498 വാസ്കോഡ ഗാമ ഈ കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങിയത് മുതൽ ഒരു വലിയ കൊളോണിയൽ ഹിസ്റ്ററിയോട് ഈ കരയും കടലും കണ്ണുചേരുകയായിരുന്നു. അതിനു മുമ്പും ഈ കടലിന് സമൂഹത്തെയും ചരിത്രത്തെയും രൂപീകരിച്ചതിൽ വലിയ പങ്കുണ്ട്. അങ്ങനെ എനിക്കൊരു കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നമ്മളുടെ കയ്യിൽ അവരെക്കാൾ മികച്ച കപ്പലുകളുണ്ട്. നമുക്ക് അവരെക്കാൾ വേഗതയിലും ഏറ്റവും മികച്ച രീതിയിലും കപ്പലുകൾ കടലിലൂടെ പായിക്കാൻ സാധിക്കും. നമുക്ക് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കാനുള്ള ശേഷിയുണ്ട്, കഴിവുണ്ട്. പക്ഷെ അവർക്കതില്ല. നമ്മുടെ കയ്യിൽ ഗണിതശാസ്ത്രമുണ്ട്, സയൻസ് ഉണ്ട്. അവരുടെ കയ്യിൽ, പോർച്ചുഗീസ് യൂറോപ്യൻസിൻ്റെ കയ്യിൽ അതില്ല. ഈ സ്റ്റേറ്റ്മെന്റ് ഇന്ന് നമ്മൾ വായിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കരുതുക അതൊരു യൂറോപ്യൻ മറ്റിതര നാടുകളെക്കുറിച്ചോ, പ്രത്യേകിച്ച് അറബ് മുസ്ലിം നാടുകളെക്കുറിച്ചോ ഒക്കെ എഴുതിയതായിരിക്കും എന്നാണ്. 15-ാം നൂറ്റാണ്ടിലെ ഒരു മുസ്ലിം നാവിഗേറ്റർ പോർച്ചുഗീസ് വ്യാപാരികളെക്കുറിച്ചും പോർച്ചുഗീസ് സഞ്ചാരികളെക്കുറിച്ചും എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ പേര് അഹ്മദ് ഇബ്നു മാജി. വളരെ മികച്ച രീതിയിൽ സാങ്കേതിക വിദ്യയും നാവിഗേഷനും കൈകാര്യം ചെയ്തിരുന്ന അദ്ദേഹം 15-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിനെ കുറിച്ച് എഴുതിയ വാക്കുകളാണിവ. പിന്നീട് എങ്ങനെയാണ് ഈ സാങ്കേതിക വിദ്യയെ, ഈ ഗണിതശാസ്ത്രത്തെ ഇന്ന് നമ്മൾ കാണുന്ന ശാസ്ത്രം, സയൻസ് എന്ന രീതിയിലല്ല അന്ന് അവർ പ്രയോഗിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും എങ്ങനെയാണ് ലോകത്തിന്റെ ആധിപത്യത്തിലേക്ക് യൂറോപ്പ് വരുന്നതും മറ്റിതര നാടുകൾ പുറന്തള്ളപ്പെട്ടു പോകുന്നതും എന്നതിൻ്റെ ചരിത്രമാണ് കൊളോണിയലിസം എന്ന് പറയുന്നത്. അതിനെ അപനിർമ്മിക്കുക എന്ന അനിവാര്യമായ പ്രക്രിയയുടെ പേരാണ് അപകോളനീകരണം എന്ന് നമ്മൾ വിളിക്കുന്നത്. ആയിരത്തി 1498 വാസ്കോഡ ഗാമ ഈ തീരത്ത് കപ്പലിറങ്ങുന്നതിന് മുമ്പ് പോർച്ചുഗീസ് അധിനിവേശം ഈ തീരത്തെത്തുന്നതിന് 5-6 വർഷങ്ങൾക്ക് മുമ്പ് 1492 മുസ്ലിം സ്പെയിനിൽ നടക്കുന്ന ലോക ചരിത്രത്തിലെ നിർണായകമായൊരു സംഭവമുണ്ട്. അതാണ് ലോകത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാൾ ഓഫ് ഗ്രാനഡ. ഫാൾ ഓഫ് ഗ്രാനഡയിൽ 1492 കസ്റ്റീലിയൻ മൊണാർക്കി മുസ്ലിം സ്പെയിൻ എന്നറിയപ്പെടുന്ന അന്തലൂസ് കീഴടക്കുകയും അവിടെ മുസ്ലിങ്ങളെയും ജൂതരെയും കൂട്ട നരമേധത്തിന് വിധേയമാക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് കസ്റ്റീലിയൻ മൊണാർക്കി മുസ്ലിം സ്പെയിൻ കീഴടക്കിയപ്പോൾ അവിടെ കൂട്ട വംശഹത്യയും
മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനവും നടത്തിയത് എന്നതിൻ്റെ ഉത്തരം രാഷ്ട്രീയ ചിന്തകർ പറയുന്നു, മുസ്ലിം സ്പെയിൻ യൂറോപ്പിന് കീഴൊതുക്കുമ്പോൾ, കസ്റ്റീലിയൻ മൊണാർക്കി കീഴടക്കുമ്പോഴാണ് ഒരു ഹോമോജനസ് നാഷൻ എന്ന സങ്കല്പം ഉണ്ടാകുന്നത്. അതോടുകൂടി ബഹുത്വങ്ങൾ അംഗീകരിക്കുന്ന ഒരു സംസ്കാരം ഇല്ലാതാവുകയും ഏകദാനമായ ദേശീയ സങ്കല്പങ്ങൾ രൂപപ്പെടുകയും ചെയ്യും. 6 വർഷങ്ങൾക്ക് ശേഷം വാസ്കോഡഗാമ എന്ന പോർച്ചുഗീസ് വ്യാപാരി ഈ തീരത്തെത്തുമ്പോൾ അദ്ദേഹവും ആദ്യം ചെയ്യുന്നത് ഇവിടെയുള്ള മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുകയായിരുന്നു. കൊളോണിയലിസത്തിൻ്റെ ചരിത്രം ഈ തീരത്ത്, അതിൻ്റെ ആദ്യം മുതൽ തന്നെ ഈ തീരത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ലോകത്തിൻ്റെ ചരിത്രം മുസ്ലിമത്വത്തിൻ്റെ നിരാകരണത്തിലൂടെയാണ് ലോകത്ത് സാധിച്ചെടുക്കുന്നതെങ്കിൽ മലബാറിൻ്റെ തീരത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അതിന് ലോക ചരിത്രത്തെക്കുറിച്ച്, കൊളോണിയലിസത്തെക്കുറിച്ച്, മുസ്ലിംനെസ്സിനെ കുറിച്ച്, സമകാലികതയെക്കുറിച്ച് പുതിയ ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ റീകോൺകിസ്റ്റ, നേരത്തെ പറഞ്ഞ മുസ്ലിം സ്പെയിനിൽ കസ്റ്റീലിയൻ മൊണാർക്കി നടത്തുന്ന റീകോൺകിസ്റ്റ, തിരിച്ചു പിടിക്കുക എന്ന യൂറോപ്യനൈസേഷൻ, യൂറോപ്പ് വൽക്കരണത്തിൻ്റെ ആദ്യപടിയോട് മലബാർ തീരത്ത് നിന്ന്, ഗാമ കപ്പലിറങ്ങിയ മലബാർ തീരത്ത് നിന്ന് അതിനെതിരെ ലോകത്തെക്കുറിച്ച് പുനരാലോചിക്കുമ്പോൾ അതൊരു ഡീകോൺകിസ്റ്റ, റീകോൺകിസ്റ്റയിലൂടെ നിർമ്മിച്ചെടുത്ത ലോകത്തെ അപനിർമ്മിക്കുന്ന പ്രക്രിയകൾക്ക് ഈ തീരത്തിനും ഈ കടലിനും ഈ തീരത്ത് നിന്ന് ആരംഭിക്കുന്ന ഈ കരയുടെ ചരിത്രത്തിനും സവിശേഷമായി ചിലത് നിർവഹിക്കാനുണ്ട്. അതിൻ്റെ പേരാണ് ഡീകോൺകിസ്റ്റ. കൊളോണിയലിസം എന്നത് കേവലമായിട്ടുള്ള ഒരു വാണിജ്യ യാത്രകളോ കേവലാർത്ഥത്തിലുള്ള ഭരണങ്ങളോ മാത്രമായിരുന്നില്ല. അത് മനുഷ്യൻ്റെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു ചരിത്ര സന്ദർഭവും മനുഷ്യ ചരിത്രത്തിലെ ഒരു വലിയ റപ്ചർ, ഒരു വിടവ് സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഒരു ചരിത്ര പ്രതിഭാസമാണ്. കൊളോണിയൽ ഫോർമേഷൻസ്, കൊളോണിയാലിറ്റി മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സകല മേഖലകളെയും വലിയ രീതിയിൽ അത് മാറ്റിയെടുത്തിട്ടുണ്ട്. അതൊരു യൂറോ കേന്ദ്രീകൃതമായ ഒരു ലോകബോധത്തിലേക്കും അതിൻ്റെ അധികാര രൂപങ്ങളിലേക്കും മനുഷ്യൻ്റെ നിഖില മേഖലകളെയും മാറ്റിയെടുക്കാൻ കൊളോണിയൽ അധികാര ഇടപെടലുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസ് ഫാനൻ ഒക്കെ പറഞ്ഞത് ഡീകൊളോണിയൽ, ഉപകോളനീകരണം എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ഡിസ്മാൻഡ്ലിംഗ് ഓഫ് കൊളോണിയാലിറ്റി, കൊളോണിയാലിറ്റിയുടെ സമ്പൂർണമായിട്ടുള്ള അതിനെ നിർമൂലനം ചെയ്യുക, അതിൽ നിന്ന് കുതറി മാറുക എന്ന പ്രക്രിയയാണ്. അപ്പോൾ കൊളോണിയൽ ഫോർമേഷൻസ് സംഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ മേഖലകളും, അത് സാമൂഹികത, രാഷ്ട്രീയം, നിയമം, മതം എന്നതെല്ലാം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിനെ കുറിച്ചുള്ള പഠനങ്ങളിലും മുസ്ലിങ്ങളെ കുറിച്ചിട്ടുള്ള പഠനങ്ങളിലും എല്ലാം ഒരു എസെൻഷ്യലിസം കൊണ്ടുവരാൻ, ഒരു നിർണയവാദത്തെ സ്ഥാപിച്ചെടുക്കാൻ കൊളോണിയൽ പഠനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഓറിയന്റലിസ്റ്റ് രീതികൾ അത്തരത്തിലുള്ള ഒരു എസെൻഷ്യലിസത്തെ നിർമ്മിച്ചെടുക്കുകയായിരുന്നു. മലബാറിൽ നിന്നുകൊണ്ട് ആലോചിക്കുന്ന സമയത്ത് കൊളോണിയൽ പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരായ വലിയ പോരാട്ടങ്ങൾ നടന്ന ഒരു ഇടം എന്ന നിലയിലും കൊളോണിയൽ അധികാരം ഒരു സുദീർഘമായ കാലം ഉണ്ടായിരുന്ന ഒരു സമയം, അതിനോട് റെസിസ്റ്റൻസുകൾ, അപകോളനീകരണ പോരാട്ടങ്ങൾ നിരന്തരം സംഭവിച്ച ഒരു പ്രദേശം എന്ന നിലയിലും മലബാർ, പ്രത്യേകിച്ച് മിഷ്കാൽ പള്ളി, പോർച്ചുഗീസുകാരുടെ അക്രമം തുടങ്ങുന്ന, നെരൂദ മിഷ്കാൽ സ്ഥാപിച്ച പോർച്ചുഗീസുകാരുടെ അക്രമം നടന്ന കത്തിച്ച ഒരു പള്ളിയാണ് മിഷ്കാൽ പള്ളി. അതേ മിഷ്കാൽ പള്ളിയിൽ ഖുതുബത്തുൽ ജിഹാദിയ എന്ന ഖാദി മുഹമ്മദിന്റെ ഉജ്ജ്വലമായ പ്രഭാഷണം നടക്കുന്നു. മലബാറിൽ മഖ്ദൂം ഉമാർ മുതൽ 921 മലബാർ സമരം വരെയും ഒക്കെ നീണ്ടു നിൽക്കുന്ന ഒരു സമര പോരാട്ടങ്ങളുടെ ചരിത്രം ഉണ്ടാവുന്നു. അങ്ങനെ കൊളോണിയൽ അധികാരവും അതിനെതിരായ പോരാട്ടങ്ങളും നിരന്തരം നടന്ന ഒരു പ്രദേശം എന്ന നിലയിൽ എങ്ങനെയാണ് കൊളോണിയലിസം ഒരു മതത്തെ നിർവചിച്ചെടുത്തത്,
എങ്ങനെയാണ് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പ്രത്യേക വർഗീകരണങ്ങൾക്ക് വിധേയമാക്കിയത്? ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ, മുസ്ലിംനെസ്സിനെ, മുസ്ലിമത്വത്തെ അതിൻ്റെ ഒരു ഫോർമേഷനിൽ കൊളോണിയലിസം എങ്ങനെയാണ് പങ്കുവഹിച്ചത്? വളരെ നിർണായകമാണ്. മുസ്ലിംനെസ് എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന സമയത്ത് അതിനെ കേവലമായൊരു എസെൻഷ്യലിത്തെ റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നതല്ല ഒരിക്കലും അതിൻ്റെ ഒരു സെൻസ് എന്ന് പറയുന്നത്. മറിച്ച് മുസ്ലിംനെസ്സിനെ ഒരു വിമർശന സങ്കേതം, ഒരു ക്രിട്ടിക്കൽ കാറ്റഗറി എന്ന നിലയിൽ നോക്കുമ്പോൾ മുസ്ലിംനെസ് എന്ന കാറ്റഗറിക്ക് സവിശേഷമായൊരു ഹിസ്റ്റോറിക്കൽ റൂട്ട്, അല്ലെങ്കിൽ മുസ്ലിംനെസ് എന്ന ക്രിട്ടിക്കൽ കാറ്റഗറിയെ ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു ഹിസ്റ്ററി ഉള്ള പ്രദേശം എന്ന നിലയിൽ മലബാർ സവിശേഷമായ സംഭാവനകൾ അർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കൊളോണിയലിസത്തോടിൻ്റെ ഫോർമേഷൻസിനെ മനസ്സിലാക്കാനും അതിനെതിരായിട്ടുള്ള, പ്രത്യേകിച്ച് സമകാലിക രാഷ്ട്രീയ മണ്ഡലത്തിൽ വളരെ നിർണായകമായ, അത് ഇന്ത്യൻ ദേശീയതയാകട്ടെ, ഇസ്ലാമോഫോബിയ ആകട്ടെ, ഗ്ലോബൽ എംപയർ പൊളിറ്റിക്സ് ആവട്ടെ, നവകൊളോണിയൽ രീതികളാകട്ടെ, അവിടെ മുസ്ലിംനെസ് എന്നതൊരു ക്രിട്ടിക്കൽ കാറ്റഗറി ആയിട്ട് വരുമ്പോൾ ആ കാറ്റഗറിക്ക് ഒരു പർട്ടിക്കുലർ ഹിസ്റ്ററി അവകാശപ്പെടാവുന്ന, അല്ലെങ്കിൽ ആ കാറ്റഗറിയെ വളരെ എക്സ്പാൻഡ് ചെയ്യാവുന്ന ഒരു ഹിസ്റ്ററി സമ്മാനിക്കാവുന്ന ഒരിടമാണ് മലബാർ തീരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ SIO കോഴിക്കോട് വെച്ച് ഡീകോൺകിസ്റ്റ എന്ന ഒരു വൈജ്ഞാനിക ഉദ്യമം നടത്തുമ്പോൾ അത് ലോക ചരിത്രത്തിലെ നിർണായകമായ കൊളോണിയലിസത്തിനെതിരായിട്ടുള്ള, പ്രത്യേകിച്ച് മുസ്ലിംനെസ് എന്ന ഒരു വളരെ ബഹിഷ്കൃതമായ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടും വിമർശന സങ്കേതത്തെ വികസിപ്പിക്കുമ്പോൾ മലബാറിൽ നിന്നുകൊണ്ട് മുസ്ലിംനെസ്സിനെ കുറിച്ച് ആലോചിക്കുകയും അന്വേഷിക്കുകയും അന്വേഷണത്തെ ഒരു വൈജ്ഞാനിക കൊടുക്കൽ വാങ്ങലായി വികസിപ്പിക്കുകയും ചെയ്യുക എന്നത് വളരെ നിർണായകമായ ഒരു പ്രവൃത്തിയായി നമ്മൾ മനസ്സിലാക്കുകയാണ്. അപകോളനീകരണത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇന്നത് നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു തൂഫാനുൽ അക്സക്ക് ശേഷം ലോകത്ത് അക്കാഡമിക് സ്പേസുകളിലും അല്ലാത്തിടങ്ങളിലും വലിയ രീതിയിൽ ഉയർന്നു വന്ന ഒന്നായിരുന്നു ഡീകോളനൈസേഷൻ ഈസ് നോട്ട് എ മിത്ത്. അത് ഡീകോളനൈസേഷൻ അതൊരു വെറുമൊരു സെമിനാർ പേപ്പറുകളുടെ വിഷയം മാത്രമല്ല, അത് മർദ്ദിതരുടെ, പീഡിത ജനവിഭാഗങ്ങളുടെ പുതിയൊരു ലോകഭാവനയെ സംബന്ധിച്ച പോരാട്ടങ്ങളുടെ അനിവാര്യ ഭാഗമാണ് എന്നായിരുന്നു. അപ്പോൾ SIO ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുമ്പോൾ അപകോളനീകരണത്തെ SIO ഒരിക്കലും മനസ്സിലാക്കുന്നത് അത് കേവലമായ ഒരു അക്കാദമിക വിഷയം എന്ന നിലയിൽ അല്ല, മറിച്ച് അതിന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന കോളനിവൽക്കരണത്തിനെതിരായിട്ടുള്ള, കൊളോണിയാലിറ്റിക്കെതിരായിട്ടുള്ള, അതിൻ്റെ സമ്പൂർണ്ണ നിഷേധത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ അനിവാര്യ ഭാഗമായിട്ടാണ്. ഇന്ന് ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്കൻ നവകൊളോണിയലിസത്തിന്, അല്ലെങ്കിൽ കൊളോണിയലിസത്തിൻ്റെ തുടർച്ചയ്ക്ക് എതിരായ പോരാട്ടങ്ങളോട് ഐക്യപ്പെട്ടുകൊണ്ടാണ് SIO ഇത്തരത്തിലുള്ളൊരു ഇടപെടൽ നടത്തുന്നത്. ഫലസ്തീനിൻ്റെ റെസിസ്റ്റൻസിനെ, ഇസ്രായേലിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളെ ഒരു കൊളോണിയൽ വിരുദ്ധ പോരാട്ടമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫലസ്തീൻ എന്നത് ഡീകോൺകിസ്റ്റയുടെ അനിവാര്യ ഭാഗമായി SIO മനസ്സിലാക്കുന്നു. ഗസയിലെ ഹമാസിൻ്റെ, ഫലസ്തീനിലെ പോരാളികളോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ വൈജ്ഞാനിക ഇടപെടലിനെ വിശദീകരിക്കാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ SIO ആഗ്രഹിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്ത്യയിലടക്കമുള്ള ഹിന്ദുത്വ വംശീയവാദികളും മറ്റു വംശീയവാദികൾ ഡീകോളനൈസേഷനെ, അതിനെ വളരെ വക്രീകരിച്ച് തങ്ങളുടേതായ വംശീയ അജണ്ടയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള എസെൻഷ്യലിസങ്ങളെ, കൊളോണിയാലിറ്റിയുടെ ഉപജീവിച്ചു കൊണ്ടുവരുന്ന വാദങ്ങളെയും മറികടന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അപകോളനീകരണ ചിന്തയെ SIO സമീപിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഡീകോളനൈസേഷൻ എന്ന് പറയുന്നത് അതിനെ പുതിയൊരു ലോകഭാവനയിലേക്ക് വികസിപ്പിക്കാൻ, മുസ്ലിംനെസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആലോചനകളെ വിപുലപ്പെടുത്താൻ SIO ആഗ്രഹിക്കുന്നു. അതിനായിട്ടാണ്
ഡീകോൺകിസ്റ്റയുടെ ഇൻ്റർനാഷണൽ അക്കാഡമിക് കോൺഫറൻസായി ഡിസംബർ 22, 23, 24 തീയതികളിൽ കോഴിക്കോട് ആസ്പിൻ കോർട്ട്യാർഡ്സിൽ വെച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. 50ലധികം അതിഥികൾ പങ്കെടുക്കുന്ന 20ലധികം സെഷനുള്ള 4ഓളം വേദികളിലായി നടക്കുന്ന വിപുലമായ ഒരു ചർച്ചയാണ് ഡീകോൺകിസ്റ്റയുടെ ഇൻ്റർനാഷണൽ അക്കാഡമിക് കോൺഫറൻസ്. പ്രൊഫസർ സൽമാൻ സയ്യിദിനെ പോലെയും ഡോക്ടർ അബ്ദുൽ കരീം വക്കീലിനെ പോലെയുള്ള ആഗോള തലത്തിൽ തന്നെ ശ്രദ്ധേയരായ പണ്ഡിതർ പങ്കെടുക്കുന്നുണ്ട്. നമ്മളിതിൽ ആഗ്രഹിക്കുന്നത് വിദ്യാർത്ഥികളുടെയും അക്കാദമിക വിദഗ്ധരുടെയും സാമൂഹ്യ ആക്ടിവിസ്റ്റുകളുടെയും മാത്രമല്ല ആക്റ്റീവ് ലേണേഴ്സിൻ്റെയും എല്ലാവരുടെയും ഒരു ഗ്യാതറിങ്, ഒരു കൊടുക്കൽ വാങ്ങൽ, തൂഫാനുൽ അക്സക്ക് ശേഷമുള്ള ഒരു ലോക ഘടനയിൽ പുതിയ ലോകത്തെ വിഭാവന ചെയ്യുമ്പോൾ അപകോളനീകരണ ചിന്തയെ മലബാർ തീരത്തു നിന്നും മുസ്ലിം നസ്സിനെ കേന്ദ്രീകരിച്ച പുതിയൊരു ആലോചനകളെ, ചിന്തകളെ, ഭാവനകളെ വികസിപ്പിക്കുന്ന ഒരു പരിപാടിയായി ഡീകോൺകിസ്റ്റയുടെ ഇൻ്റർനാഷണൽ അക്കാഡമിക് കോൺഫറൻസിൽ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും.